സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ സ്വർണത്തിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും നിക്ഷേപകരുടെ സാമ്പത്തിക ആശ്രയത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ് സ്വർണം. സ്വർണവില കുതിച്ചുയരുകയാണ്. സ്വർണ വിപണിയിൽ ശ്രദ്ധേയമായ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? സമീപ വർഷങ്ങളിൽ സ്വർണ്ണവിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായി. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്പോട്ട് ഗോൾഡ് പ്രൈസിൽ 32% വർധനവുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. ആഗോള സാമ്പത്തിക രംഗത്തെ അസ്ഥിരത, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ, ധനനയ മാറ്റങ്ങൾ, പണപ്പെരുപ്പം എന്നിവയെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായി. പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണം എന്ന നിലയിൽ നിക്ഷേപകർ പലപ്പോഴും സ്വർണത്തിലേക്ക് തിരിയുന്നു. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സ്വർണ്ണവില കൂടാൻ കാരണമാകുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരങ്ങളിൽ ഒന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റേത്. എന്നാൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും വലിയ അളവിൽ സ്വർണം അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് മാറ്റപ്പെടുന്നു. ലണ്ടനിലെ അപേക്ഷിച്ച് ന്യൂയോർക്കിലെ ഉയർന്ന സ്വർണ്ണവിലയാണ് ഇതിന് കാരണം. JP മോർഗൻ, HSBC തുടങ്ങിയ ബാങ്കുകൾ ഈ അവസരം മുതലെടുക്കാൻ ലണ്ടനിലെ സ്വർണം ന്യൂയോർക്കിലേക്ക് മാറ്റുന്നു. ഇതിനായി അവർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ നിലവറകളിൽ നിന്ന് വലിയ അളവിൽ സ്വർണം പിൻവലിക്കുന്നു. എന്നാൽ ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് വലിയ രീതിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും കൂടുതൽ അളവിലുള്ള സ്വർണം പിൻവലിക്കൽ ബാങ്ക് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരമുള്ളത് അമേരിക്കയിലാണ്. 8133 മെട്രിക് ടണ്ണിലധികം സ്വർണം അമേരിക്കയുടെ കൈവശമുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ ജർമ്മനിയും ഇറ്റലിയുമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരം കൈവശം വെച്ചിരിക്കുന്നത്. അതേസമയം സ്വർണം വാങ്ങിക്കൂട്ടി US ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ലോക സാമ്പത്തിക രംഗത്ത് ചൈനയുടെ സ്വർണ്ണ ശേഖരം വലിയ ശ്രദ്ധ നേടുന്നു. കണക്കുകൾ പ്രകാരം 2025 ചൈനയുടെ ഔദ്യോഗിക സ്വർണ്ണശേഖരം 2290 ടണ്ണായി ഉയർന്നു. തങ്ങളുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാനും അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാമ്പത്തിക അസ്ഥിരതയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുമുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും തങ്ങളുടെ സ്വർണ്ണ ശേഖരത്തിൽ സുപ്രധാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 2025 ജനുവരി 31 കണക്കനുസരിച്ച് ഇന്ത്യയുടെ സ്വർണ്ണ 79 ടണ്ണായി ഉയർന്നു. 2024 മാത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 72.6 ടൺ സ്വർണമാണ് വാങ്ങിയത്. കൂടാതെ 2024 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് 200 ടണ്ണിലധികം സ്വർണം ഇന്ത്യ തിരികെ കൊണ്ടുവന്നു. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം സ്വന്തം രാജ്യത്ത് തന്നെ സൂക്ഷിക്കുക എന്നത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ശക്തി പകരുമെന്ന് RBI വിലയിരുത്തുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള നിരവധി സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിലേക്ക് കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ പരിഗണിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പോലുള്ള വലിയ സ്വർണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വർണം പിൻവലിക്കാനുള്ള രാജ്യങ്ങളുടെ ഈ പ്രവണത ആഗോള സ്വർണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ് സ്വർണം ആദ്യമായി ഖനനം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്ന് റോമ സാമ്രാജ്യം, ചൈനീസ് രാജവംശങ്ങൾ എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ സ്വർണം സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി ഉയർന്നു. എന്നാൽ ഇന്ന് കാലം മാറിയെങ്കിലും സ്വർണത്തിന്റെ മൂല്യവും പ്രാധാന്യവും ഒട്ടും കുറഞ്ഞിട്ടില്ല. ലിഡിയയിലെ ക്രോയസസ് ചക്രവർത്തിയാണ് BCE 600 ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ കണ്ടുപിടിച്ചത്. തെക്കൻ ഇറാഖിലെ സുമർ നാഗരികത BC 3000 ആണ്ടിൽ ഇന്നു കാണുന്ന വിധത്തിലുള്ള സങ്കീർണമായ ഡിസൈനുകളിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനി അമേരിക്കയിലെ നൊവാഡയിൽ സ്ഥിതി ചെയ്യുന്ന നൊവാഡ ഗോൾഡ് മൈൻസ് ആണ്. 2022 ഏകദേശം 94.2 ദശലക്ഷം മെട്രിക് ടൺ സ്വർണമാണ് ഇവിടെ ഉത്പാദിപ്പിച്ചത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനി കർണാടകയിലെ റായ്ചൂർ ജില്ലയിലെ ഹുട്ടി സ്വർണ്ണഖനിയാണ്. ഹുട്ടി ഗോൾഡ് മൈനിൽ നിലവിൽ പ്രതിവർഷം 1.8 ടൺ സ്വർണം ഉത്പാദിപ്പിക്കുന്നു.
2024 ആഗോള സ്വർണ്ണ ഖനി ഉൽപ്പാദനം ഏകദേശം 3661.2 മെട്രിക് ടണ്ണിലെത്തിയിട്ടുണ്ട്. സ്വർണം ഒരു പ്രധാന നിക്ഷേപ മാർഗമായി കണക്കാക്കാനുള്ള പ്രധാന കാരണം അതിന്റെ മൂല്യസ്ഥിരതയും ആഗോള അംഗീകാരവുമാണ്. അതിനാൽ തന്നെ സ്വർണം സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാനും സാമ്പത്തികപരമായ അസ്ഥിരതകൾക്കെതിരെ ഒരു രക്ഷാകവചം തീർക്കാനും സ്വർണത്തിന് സാധിക്കുന്നു. പണപ്പെരുപ്പം, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ഉണ്ടാകുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നു. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മറ്റ് ആസ്തികളെ അപേക്ഷിച്ച് സ്വർണം കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ നിക്ഷേപകരുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്വർണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതേസമയം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നൽകേണ്ട ഉയർന്ന പണിക്കൂലിയും ടാക്സുമെല്ലാം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഗോൾഡ് ETF-കളും ഗോൾഡ് ബോണ്ടുകളുമൊക്കെ ജനങ്ങളുടെ നിക്ഷേപങ്ങളിൽ സ്ഥാനം പിടിച്ചത്. സ്വർണ്ണവില ഉയർന്നതോടെ ഗോൾഡ് ETF-കളിലേക്ക് നിക്ഷേപം വർദ്ധിക്കുകയാണ്. സ്വർണം കേവലം ഒരു അലങ്കാര വസ്തു മാത്രമല്ല, രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും നിക്ഷേപകരുടെ ആശ്രയത്തിന്റെയും പ്രതീകം കൂടിയാണ്. സ്വർണ്ണ വിപണിയിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.